2024 ഫലം അത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച വരുത്തുകയും അധികാരം ലഭിക്കുന്ന സാഹചര്യം വന്നാൽ തീർച്ചയായും ഗവൺമെൻറ് ഉണ്ടാക്കുന്ന, അതായത് സർക്കാർ ഉണ്ടാക്കുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള ഗൗരവമേറിയ പ്ലാൻ ഇപ്പോൾ AICC തീരുമാനിച്ചിരിക്കുകയാണ്. സഖ്യകക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏകദേശ ധാരണ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. കോൺഗ്രസ് നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായാണ് 300-ൽ താഴെ സീറ്റുകളിൽ മത്സരിക്കുന്നത്. എന്നാൽ പോലും സ്ട്രൈക്ക് റേറ്റ് കൂടുതലായിരിക്കും ഇത്തവണ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ തവണ നേടിയതിൻ്റെ 3 ഇരട്ടിയെങ്കിലും നേടിയെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് മന്ത്രിസഭ രൂപീകരിക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഒന്നാം UPA സർക്കാർ ഇവിടെ രൂപീകൃതമായപ്പോൾ കോൺഗ്രസ്സിന് കേവലം 145 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 272 കേവല ഭൂരിപക്ഷം വേണ്ടത് എന്നിരിക്കെ അതിനേക്കാൾ എത്രയോ കുറവായിരുന്നു. BJPക്ക് ആകട്ടെ 138 സീറ്റുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും കോൺഗ്രസ്സിനെ എല്ലാ പാർട്ടിയും, അതായത് കോൺഗ്രസ് ഇതര പാർട്ടിക്കാർ അതിശക്തമായി നിന്നാണ് ഒന്നാം UPA സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. രണ്ടാം UPA സർക്കാരിൽ കോൺഗ്രസ്സിന് വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രകടനം നടത്താൻ കഴിഞ്ഞു. കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും 206 സീറ്റുകളുമായി കോൺഗ്രസ് വലിയ രീതിയിൽ മിന്നിത്തിളങ്ങിയപ്പോൾ BJPക്ക് കിട്ടിയതാകട്ടെ കേവലം 116 സീറ്റ് മാത്രമായിരുന്നു. അതായത് കോൺഗ്രസ്സിനേക്കാൾ 90 സീറ്റ് കുറവ്. ഇക്കുറി കോൺഗ്രസ്സിന് 150 കടത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും തിരിച്ചു വരവിൻ്റെ പാതയിൽ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത് പല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും അനുകൂലമാക്കുകയും കോൺഗ്രസ്സിന് കൂടുതൽ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുന്ന അവസ്ഥ വരും. ഇതാണ് ഖാർഗെ കൃത്യമായി നിർദ്ദേശിച്ചിരിക്കുന്ന പ്ലാൻ. അത് മാത്രമല്ല, വീണ്ടും AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനും കോൺഗ്രസ്സിനുള്ളിൽ പദ്ധതിയുണ്ട്. അതായത് ഇന്ത്യ മുന്നണിയുടെ ഈ രൂപീകൃതമായ പ്ലാനുകളെല്ലാം തന്നെ അത് ആവിഷ്കരിച്ചാൽ തീർച്ചയായും അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറുന്ന കാര്യത്തിനെക്കുറിച്ചാണ് കൃത്യമായും ഖാർഗെ പറയുന്നത്. അതിനുശേഷം യുവ നേതൃത്വത്തിന് കൈമാറുന്ന രീതിയിലേക്ക് AICC രൂപാന്തരപ്പെടും. തീർച്ചയായും പുതിയ ഇലക്ഷൻ നടക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ജനാധിപത്യ രീതിയിൽ ഉൾപാർട്ടിയിൽ തന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. അതിൽ വിജയിക്കുന്ന ആൾ പുതിയ AICCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തും എന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. നമുക്കറിയാം, കോൺഗ്രസ് സമാനതകളില്ലാത്ത മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള പരീക്ഷണങ്ങളെയും നേരിട്ടു എന്നുള്ളതല്ലാതെ കോൺഗ്രസ് എന്ന പാർട്ടിയെ ഇതുവരെയും തളർത്താനോ തുടച്ചു നീക്കാനോ BJPക്ക് എന്നല്ല ഒരു ശക്തിക്കും കഴിയില്ല. അതിന് കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ അടിത്തട്ടിൽ തന്നെ ആ പ്രസ്ഥാനം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. BJPയോട് അനുഭാവം കാണിച്ച നിരവധിയായ ആളുകൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം അടിസ്ഥാനപരമായി കോൺഗ്രസ്സിന് അനുകൂലമായി ഒരു കാലത്ത് ചിന്തിച്ചവരാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം എന്താണ് എന്നറിയാവുന്നത് കൊണ്ടാണ് അവർക്ക് ഈ പാർട്ടി നശിക്കരുത് എന്ന ആഗ്രഹം കലശലായി ഉള്ളത്.